In John 1:16, യോഹന്നാൻ 1:16 according to the CEV translation in English ഇംഗ്ലീഷിലെ CEV തർജ്ജമ പ്രകാരം and the amplified version, ആംപ്ലിഫൈഡ് വേർഷൻ പ്രകാരം, when God's blessing comes, one blessing after another will keep coming. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി വരുമ്പോൾ ഒന്നിനു പിറകെ ഒന്നായി അനുഗ്രഹങ്ങൾ വരും. One blessing after another will keep coming. അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കും. I pray this blessing upon you. ഈ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. From today you will not see one problem after ഇന്നു another. മുതൽ ഒന്നിനു പിറകെ ഒന്നായി പ്രശ്നങ്ങൾ നിങ്ങളെ തേടി വരുന്നത് നിങ്ങൾ കാണുകയില്ല. One shame after ഒന്നിനു another. പിറകെ ഒന്നായി നാണക്കേടുകൾ നിങ്ങളെ തേടി വരില്ല. One loss after another. ഒന്നിനു പിറകെ ഒന്നായി നഷ്ടങ്ങളും, One sickness after another. ഒന്നിനു പിറകെ ഒന്നായി രോഗങ്ങളും, One financial problem after another. ഒന്നിനു പിറകെ ഒന്നായി സാമ്പത്തിക പ്രയാസങ്ങളും, One accusation after ഒരു another. കുറ്റാരോപണത്തിന്റെ പിന്നാലെ മറ്റൊരു കുറ്റാരോപണം. No. അങ്ങനെ സംഭവിക്കില്ല. One blessing after another will come. ഒരു അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹം നിങ്ങളെ തേടി വരും. Blessing after blessing after blessing will come upon you. അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹം, അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹം നിങ്ങളെ തേടി വരും. Would you say amen? നിങ്ങൾ ആമേൻ എന്ന് പറയുമോ? Will you all confess? നിങ്ങൾ എല്ലാവരും അത് ഏറ്റു പറയുമോ? Say after our നമ്മുടെ brother. സഹോദരൻ പറഞ്ഞതിന് ശേഷം പറയൂ. Blessing after blessing shall come. ഒന്നിനു പിറകെ ഒന്നായി അനുഗ്രഹങ്ങൾ, അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹങ്ങൾ വരും. Amen. ആമേൻ. Do not be afraid. നിങ്ങൾ ഭയപ്പെടേണ്ട. May God give you this grace. ദൈവം നിങ്ങൾക്ക് ഈ കൃപ നൽകട്ടെ. And the Bible says, വേദപുസ്തകം പറയുന്നു, how does this blessing ഈ come? അനുഗ്രഹം എങ്ങനെയാണ് നിങ്ങളെ തേടി വരുന്നത്? Isaiah 32:15. യെശയ്യാവ് 32:15. When the Spirit of God, the Holy Spirit is poured upon you, this blessings pour on you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പകരപ്പെടുമ്പോൾ ഈ അനുഗ്രഹം നിങ്ങളുടെ മേൽ വർഷിക്കപ്പെടും. Yes, അതെ, your life, which is like a desert, will become like a fertile field, like a forest. മരുഭൂമി പോലെയുള്ള നിങ്ങളുടെ ജീവിതം ഉദ്യാനമായി തീരും, ഒരു വനമായി എണ്ണപ്പെടും. Pray for the Holy Spirit to come upon you right now. ഇപ്പോൾ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. And the Bible says വേദപുസ്തകം പറയുന്നു, in Isaiah 44:3, യെശയ്യാവ് 44:3 God's promise, ദൈവത്തിന്റെ വാഗ്ദത്തം കാണാം. I will pour water on the thirsty land. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളം പകരും. I will pour out my spirit on your offspring, that is your children. നിങ്ങളുടെ മക്കളുടെ മേൽ ഞാൻ എന്റെ ആത്മാവിനെ പകരും. Then the blessing will come upon your descendants. അപ്പോൾ നിങ്ങളുടെ സന്തതികളുടെ മേൽ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങും. If you cry out for the Holy Spirit with thirst, my friends, God will fill your children with the Holy Spirit and the blessings will come upon your generations. നിങ്ങൾ ദാഹത്തോടെ പരിശുദ്ധാത്മാവിനു വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ മക്കളെ നിറയ്ക്കും. നിങ്ങളുടെ തലമുറകളുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടും. I pray this blessing upon you in Jesus' name. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഈ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Open your mouth and say, fill me with the Holy Spirit, Lord. വായ് തുറന്ന് പ്രാർത്ഥിക്കുവിൻ, കർത്താവേ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. Only the Holy Spirit brings blessing. പരിശുദ്ധാത്മാവ് മാത്രമാണ് അനുഗ്രഹങ്ങൾ നൽകുന്നത്. Fill me. എന്നെ നിറയ്ക്കണമേ. Thirst for the Holy Spirit. പരിശുദ്ധാത്മാവിനായി ദാഹിക്കുവിൻ. My friend, thirst for the Holy സ്നേഹിത, Spirit. പരിശുദ്ധാത്മാവിനായി ദാഹിക്കൂ. So that the blessing will come upon you and your generation. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മേലും നിങ്ങളുടെ തലമുറകളുടെ മേലും അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടും. Children and children's children will be blessed. നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും അനുഗ്രഹീതരാകും. Cry out for the Holy Spirit. പരിശുദ്ധാത്മാവിനായി നിലവിളിച്ച് പ്രാർത്ഥിക്കുവിൻ. The Holy Spirit is none else than the Spirit of Jesus. പരിശുദ്ധാത്മാവെന്നാൽ മറ്റാരുമല്ല, യേശുവിന്റെ ആത്മാവാകുന്നു. He is coming into you right now. ആത്മാവ് ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്നു. Right now. ഇപ്പോൾ Open your heart and cry. ഹൃദയം തുറന്ന് നിലവിളിക്കുവിൻ. Fill me, Lord. കർത്താവേ, എന്നെ നിറയ്ക്കണമേ. For the blessing upon me and my children and children's children. Fill me with the Holy Spirit, Lord. എന്റെയും എന്റെ മക്കളുടെയും മക്കളുടെ മക്കളുടെയും അനുഗ്രഹത്തിനായി എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. In the name of Jesus, fill them, Lord. യേശുവിന്റെ നാമത്തിൽ കർത്താവേ അവരെ നിറയ്ക്കണമേ. Fill them with thy Spirit now. അങ്ങയുടെ ആത്മാവിനാൽ അവരെ നിറയ്ക്കണമേ. Let them speak in new tongues. അവർ പുതുഭാഷകളിൽ സംസാരിക്കട്ടെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ I rebuke the spirit of the flesh. ജഡത്തിന്റെ ആത്മാവിനെ ഞാൻ ശാസിച്ചകറ്റുന്നു. I rebuke the intellectual arrogance. ബുദ്ധിശക്തിയാൽ ഉണ്ടാകുന്ന ധാർഷ്ട്യത്തെ ഞാൻ ശാസിച്ചകറ്റുന്നു. I rebuke the sluggish spirits. അലസതയുടെ ആത്മാവിനെ ഞാൻ ശാസിച്ചകറ്റുന്നു.
ശാസിച്ചകറ്റുന്നു. And I command a thirsty spirit to come upon everybody. പരിശുദ്ധാത്മാവിനായി ദാഹിക്കുന്ന ഒരു ആത്മാവ് എല്ലാവരുടെ മേലും വരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Let them all thirst for the Holy Spirit. അവർ എല്ലാവരും പരിശുദ്ധാത്മാവിനായി ദാഹിക്കട്ടെ. Fill them now. ഇപ്പോഴവരെ നിറയ്ക്കണമേ. Empower them, Lord. അവരെ ശാക്തീകരിക്കണമേ. Their flesh is weak. അവരുടെ ജഡം ബലഹീനമാണ്. But you fill them and make them strong in the Spirit. എന്നാൽ അങ്ങ് അവരെ നിറയ്ക്കണമേ, അവരെ ശക്തരാക്കി മാറ്റണമേ. Fill, Lord. അവരെ നിറയ്ക്കണമേ. Everybody open your heart. എല്ലാവരും ഹൃദയം തുറക്കുവിൻ. Open your mouth. വായ് തുറക്കുവിൻ. And say, thank you, Jesus. പറയുവിൻ, യേശുവേ നന്ദി. You are coming into me, Lord. അങ്ങ് എന്നിലേക്ക് വരുന്നു. Everybody rejoice. എല്ലാവരും സന്തോഷിക്കുവിൻ. Clap your hands. കരഘോഷം മുഴക്കുവിൻ. Raise your voice. സ്വരം ഉയർത്തുവിൻ. Shout praises to God. ഉച്ചത്തിൽ ദൈവത്തിന് സ്തുതികൾ കരേറ്റുവിൻ. Rejoice. സന്തോഷിപ്പിൻ. God is coming into you. ദൈവം നിങ്ങളിലേക്ക് വരുന്നു. The Holy Spirit is coming into you. പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുന്നു. The Spirit of Jesus is coming into യേശുവിന്റെ you. ആത്മാവ് നിങ്ങളിലേക്ക് വരുന്നു. Fill, Lord. കർത്താവേ നിറയ്ക്കണമേ. Fill your people. അങ്ങയുടെ ജനത്തെ നിറയ്ക്കണമേ. Fill them with yourself. അങ്ങയാൽ അവരെ നിറയ്ക്കണമേ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Let the demons leave now. ദുരാത്മാക്കൾ വിട്ടുപോകട്ടെ. Let the spirit of the flesh be broken now. ജഡത്തിന്റെ ആത്മാവ് തകർന്ന് തരിപ്പണമാകട്ടെ. Let them all have the joy of the Spirit. അവർക്കെല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ, സന്തോഷം ഉണ്ടാകട്ടെ. Come on, praise the Lord. വരൂ ദൈവത്തെ സ്തുതിക്കുവിൻ. Everybody rejoice. എല്ലാവരും സന്തോഷിക്കുവിൻ. God is coming into you. ദൈവം നിങ്ങളിലേക്ക് വരുന്നു. Clap your hands and praise the Lord. കരഘോഷം മുഴക്കി ദൈവത്തെ സ്തുതിക്കുവിൻ. Thank you, Jesus. യേശുവേ നന്ദി. Thank you, Jesus. The glory of heaven is coming upon everybody. സ്വർഗ്ഗത്തിന്റെ മഹത്വം എല്ലാവരുടെ മേലും വരുന്നു. One blessing after another. അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹം എല്ലാവർക്കും One ലഭിക്കുന്നു. blessing after another. അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹം. Lift up your hands and say, one blessing after another is coming, Lord. നിങ്ങൾ കരങ്ങൾ ഉയർത്തി ഉറക്കെ പറയുവിൻ, കർത്താവേ ഒന്നിനു പിറകെ ഒന്നായി അനുഗ്രഹങ്ങൾ ഞങ്ങളെ തേടി വരുന്നു. Thank you, Jesus. യേശുവേ നന്ദി. Give you all the glory. സകല മഹത്വവും അങ്ങേക്ക് കരേറ്റുന്നു. All the glory. സകല മഹത്വവും, All the glory. സകല മഹത്വവും. We love you, Lord. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. None of these people are an orphan. കർത്താവേ ഇവർ ആരും അനാഥരല്ല. Your grace is filling them. അങ്ങയുടെ കൃപ അവരെ നിറയ്ക്കുകയാണ്. You are filled with God. നിങ്ങൾ ദൈവത്താൽ നിറഞ്ഞിരിക്കുന്നു. The Spirit of God. ദൈവത്തിന്റെ ആത്മാവിനാൽ. Spirit of the living God. ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ. Amen. ആമേൻ. Just praise God. ദൈവത്തെ സ്തുതിക്കുവിൻ. The greatest blessing, ഏറ്റവും മഹത്തായ അനുഗ്രഹം ഇതാണ്. as the Holy Spirit is rising up within you, പരിശുദ്ധാത്മാവ് നിങ്ങൾക്കുള്ളിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ the showers of blessing അനുഗ്രഹം മാറി comes to you from Luke 2:52. ലൂക്കോസ് 2:52 നിന്ന് നിങ്ങളുടെ മേൽ വർഷിക്കപ്പെടുന്നു. Jesus grew in wisdom. യേശു ജ്ഞാനത്തിൽ മുതിർന്നു വന്നു. Jesus grew in stature. യേശു വളർച്ചയിലും മുതിർന്നു വന്നു. Jesus grew in favor with God. യേശു ദൈവത്തിന്റെ കൃപയിൽ മുതിർന്നു വന്നു. Jesus grew in favor with man. യേശു മനുഷ്യരുടെ കൃപയിലും മുതിർന്നു വന്നു. This is what happens when the Holy Spirit comes into you and has come into you. പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുമ്പോൾ, നിങ്ങളിൽ വന്ന് വാസം ചെയ്യുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. God is opening the heavens and pouring out his spirit of wisdom. ദൈവം സ്വർഗ്ഗം തുറന്ന് തന്റെ ജ്ഞാനത്തിന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരുന്നു. Spirit of wisdom is coming. ജ്ഞാനത്തിന്റെ ആത്മാവ് നിങ്ങളെ തേടി വരുന്നു. Yes, I was 18 years old അതെ, എനിക്ക് 18 വയസ്സ് പ്രായമുണ്ടായിരുന്നു. when I gave my life to Jesus. ഞാൻ എന്റെ ജീവിതം യേശുവിന് സമർപ്പിക്കുമ്പോൾ But I felt so weak എനിക്ക് വളരെ ബലഹീനത അനുഭവപ്പെട്ടിരുന്നു. when the temptations came. പ്രലോഭനങ്ങൾ എന്നെ തേടി വരുമ്പോൾ So I said, Lord, Holy Spirit, come into അതുകൊണ്ട് me. ഞാൻ പറയും, കർത്താവായ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വരേണമേ. I have been cleansed by the blood of Jesus from sin. ഞാൻ യേശുവിന്റെ രക്തത്താൽ പാപം പോക്കി ശുദ്ധീകരിക്കപ്പെട്ടവനാണ്. But now I need the strength to go on and rise up with blessing. എന്നാൽ ഇപ്പോൾ മുന്നോട്ട് പോകുവാൻ, ഉയർത്തെഴുന്നേൽക്കുവാൻ എനിക്ക് ദൈവത്തിന്റെ ശക്തി ആവശ്യമാണ്. I feel weak. എനിക്ക് ബലഹീനത അനുഭവപ്പെടുന്നു. So I need you, അതുകൊണ്ട് Lord. എനിക്ക് അങ്ങയെ ആവശ്യമുണ്ട്. I cried for the Holy Spirit. ഞാൻ പരിശുദ്ധാത്മാവിനായി The നിലവിളിച്ചു. Holy Spirit filled me. പരിശുദ്ധാത്മാവെന്നെ നിറച്ചു. On the 20th November നവംബർ 20 1980, 1980, 45 years before, 45 വർഷങ്ങൾക്ക് മുൻപ് and the strength of God came. ദൈവശക്തി എന്റെ മേൽ വന്ന് ആവസിച്ചു. I would put a chair by my side ഞാൻ എന്റെ അരികിൽ ഒരു കസേരയിടും. and I would study.
ഞാൻ പഠിക്കും. I'd say, Holy Spirit, ഞാൻ പറയും, പരിശുദ്ധാത്മാവേ, you're my friend. നീ എന്റെ സ്നേഹിതനാണ്. Sit with me. എന്നോടൊപ്പം ഇരിക്കണമേ. Teach me. എന്നെ പഠിപ്പിക്കണമേ. I want to excel in my എനിക്ക് studies. എന്റെ പഠനത്തിൽ ശോഭിക്കണം. Pour out your wisdom, Lord. അങ്ങയുടെ ജ്ഞാനം എന്റെ മേൽ ചൊരിയണമേ. I had to study all types of എനിക്ക് physics. സകല വിധത്തിലുള്ള ഫിസിക്സും നല്ലവണ്ണം പഠിക്കണം. Atomic physics, അറ്റോമിക് ഫിസിക്സ്, nuclear physics, ന്യൂക്ലിയർ ഫിസിക്സ്, thermodynamics, തെർമോഡൈനാമിക്സ്, several others, മറ്റനേകം കാര്യങ്ങൾ, maths, മാത്സ്, chemistry, കെമിസ്ട്രി, and so on. അതുപോലെ പലതും. Oh, it was quite tough. അയ്യോ, ഇതെല്ലാം വളരെ പ്രയാസമാണ്. But when I would pray, fill me with the Holy Spirit and teach me, Lord. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ച് എന്നെ പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ The Spirit of God would rise up. ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ When ഉണർന്നെഴുന്നേൽക്കും. I would learn, ഞാൻ എല്ലാം പഠിക്കും. everything will be poured into my heart. സകലതും എന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെടും. I wrote my exams, ഞാൻ എന്റെ പരീക്ഷ എഴുതി. and at the convocation, I got a gold medal. ബിരുദദാന ചടങ്ങിന് എനിക്കൊരു സ്വർണ്ണപ്പതക്കം ലഭിച്ചു. And I did my MBA. ഞാൻ എന്റെ MBA ചെയ്തു. Finished my PhD in advertising and marketing അഡ്വർടൈസിംഗ് ആൻഡ് മാർക്കറ്റിംഗിൽ PhD പൂർത്തീകരിച്ചു. when I was just 26 years old. എനിക്ക് വെറും 26 വയസ്സ് പ്രായമുള്ളപ്പോൾ God increased in me. ദൈവം എന്നിൽ വർദ്ധിച്ചു പെരുകി. Stood with my father and built the university. ഞാൻ എന്റെ പിതാവിനോടൊപ്പം ഉറച്ചു നിന്ന് സർവകലാശാല പടുത്തുയർത്തി. And God lifted me up to the government of India's educational level. ഭാരത സർക്കാരിന്റെ വിദ്യാഭ്യാസ സമിതിയിൽ ദൈവം എനിക്ക് ഇടം നൽകി. I was placed in the government of India's Sarva Shiksha Abhiyan Council. സർവശിക്ഷ അഭിയാനിൽ ഭാരത സർക്കാർ എന്നെ നിയമിച്ചു. And another council in education, മറ്റൊരു വിദ്യാഭ്യാസ സമിതിയിലും with the Prime Minister and Education Minister chairing the meeting. പ്രധാനമന്ത്രിയോടും വിദ്യാഭ്യാസ മന്ത്രിയോടുമൊപ്പം യോഗത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. With just 30 of the ആ members, സമിതിയിൽ 30 അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. bringing national ആ policy. സമിതി ദേശീയ നയങ്ങൾക്ക് രൂപം നൽകി. How much God has poured His grace of ദൈവം wisdom. അത്രമേൽ തന്റെ ജ്ഞാനമെന്ന കൃപ എന്റെ മേൽ ചൊരിഞ്ഞു. Today I am able to stand with the leaders of the ഇന്ന് nation, രാജ്യത്തെ ലീഡർമാരോടൊപ്പം എഴുന്നേറ്റ് നിൽക്കുവാൻ ദൈവം എന്നെ പ്രാപ്തനാക്കിയിരിക്കുന്നു. giving them God's prophetical guidance. ഞാൻ അവർക്ക് ദൈവത്തിന്റെ പ്രവാചക മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. God can lift you up even more. ദൈവത്തിന് നിങ്ങളെയും കൂടുതലായി ഉയർത്തുവാൻ The കഴിയും. God of Joseph is alive. യോസേഫിന്റെ ദൈവം ജീവിക്കുന്നു. The God of Daniel is alive. ദാനിയേലിന്റെ ദൈവം ജീവിക്കുന്നു. You can be today's Daniels and നിങ്ങൾക്ക് Joseph. ഇന്നത്തെ യോസേഫും ദാനിയേലുമായി തീരാം. Rise up with wisdom in Jesus' name. യേശുവിന്റെ നാമത്തിൽ ജ്ഞാനത്തോടെ എഴുന്നേൽക്കുവിൻ. The spirit of wisdom, which is a blessing, is coming upon you. ജ്ഞാനത്തിന്റെ ആത്മാവ്, ആ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരുന്നു. Come on, pray right now. വരൂ, ഇപ്പോൾ പ്രാർത്ഥിക്കുവിൻ. You need wisdom for your job. നിങ്ങൾക്ക് ജോലിക്ക് ആവശ്യമായ ജ്ഞാനം വേണം. To rise up. എഴുന്നേൽക്കുവിൻ. Wisdom in the business to do new things and rise up. ബിസിനസ്സിൽ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ജ്ഞാനം നിങ്ങൾക്ക് ആവശ്യമാണ്. ബിസിനസ്സിൽ ഉയർച്ച പ്രാപിക്കുവാൻ. Wisdom in your studies പഠനത്തിൽ നിങ്ങൾക്ക് ജ്ഞാനം ആവശ്യമാണ്. to do excellently well. നല്ലവണ്ണം പഠിക്കുന്നതിനെ. Wisdom to run your family. കുടുംബം നടത്തുവാൻ ജ്ഞാനം ആവശ്യമാണ്. Wisdom to produce wealth. സമ്പത്തുണ്ടാക്കുവാൻ ജ്ഞാനം ആവശ്യമാണ്. I pray this blessing of God's wisdom upon everyone who is with me now. ഈ ജ്ഞാനമെന്ന ദൈവത്തിന്റെ അനുഗ്രഹം ഇപ്പോൾ എല്ലാവരുടെ മേലും വർഷിക്കപ്പെടുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. Fill them with the spirit of wisdom, Lord. കർത്താവേ, ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ അവരെ Come on, നിറയ്ക്കണമേ. everybody open your mouth. വരൂ, എല്ലാവരും വായ് തുറക്കുവിൻ. Cry out to God. ദൈവത്തോട് നിലവിളിക്കുവിൻ. Say, fill me with the spirit of wisdom, Lord. പറയുവിൻ, കർത്താവേ, ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ എന്നെ And നിറയ്ക്കണമേ. bless me with wealth and success and joy. കർത്താവേ, സമ്പത്തും വിജയവും സന്തോഷവും നൽകി എന്നെ അനുഗ്രഹിക്കണമേ. Honor me, Lord. എന്നെ മാനിക്കണമേ. To guide the kings and the people. രാജാക്കന്മാർക്കും ജനങ്ങൾക്കും മാർഗനിർദ്ദേശം നൽകുവാൻ. Rise up to great heights in my profession. എന്റെ പ്രൊഫഷനിൽ അത്യുന്നതങ്ങളിലേക്ക് ഉയരുവാൻ. Bless them. കർത്താവേ, അവരെ അനുഗ്രഹിക്കണമേ. Give them wisdom in the spirit, Lord. അവർക്ക് ആത്മാവിൽ ജ്ഞാനം നൽകണമേ. The gifts of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ Let it നൽകണമേ. begin to operate. അത് അവരിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങട്ടെ. Come on, clap your hands and receive this ഒരു blessing. കരങ്ങൾ അടിച്ച് ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾ പ്രാപിക്കുവിൻ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ Let them excel in their studies, Lord, അവർ പഠനത്തിൽ ശോഭിക്കട്ടെ. and excel in their jobs. ജോലിയിൽ ശോഭിക്കട്ടെ. Excel in wisdom. ജ്ഞാനത്തിൽ ശോഭിക്കട്ടെ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ.